വെൽക്കം. ഞങ്ങൾ ഇന്ന് അഖിലേന്ത്യ സെവൻസ് കാണാൻ പോവാണ്. നമ്മളൊപ്പം ഉള്ളത് നമ്മളെ അനിയൻ. ഇരുട്ടത്തായിട്ട് അങ്ങനെ കാണില്ല പലാലെ. ഇങ്ങോട്ട് വാ. ഇതാണ്. പിന്നെ നമ്മളൊപ്പം ഉള്ളത് നമ്മളെ സ്വന്തം നിവാസ്. ക്യാമറ തുറക്കണ്ടേനി. അപ്പൊ ഞങ്ങളാണ് സെവൻസ് കാണാൻ പോണത്. ഫൈനലാണ്. ഫൈനലിൽ ആര് ജയിക്കും ആര് തോൽക്കുന്നത് നിവാസിന്റെ ടീമിന്റെ എതിരാണ് ഞാൻ. അപ്പൊ 8 മണിക്കാണ് കളി. അപ്പൊ സീറ്റ് കിട്ടണമെങ്കിൽ നേരത്തെ പോണം. ഓൻ ജയിക്കുന്ന ടീമാണെന്നാ പറയുന്നത്. കഥ പറഞ്ഞ് കഴിയണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് പോവേനി. കഴിഞ്ഞോ? അപ്പൊ ഇന്നാവും ഞങ്ങൾ ഇരുട്ടത്താണ്. അപ്പൊ എല്ലാരും ഞങ്ങളപ്പോ പോരുണ്ടോ? നിങ്ങൾ പോരുണ്ടോ? ഞങ്ങളിന്ന് അഖിലേന്ത്യ സെവൻസ് ആണ് പോവാണ്. നിങ്ങളെല്ലാരും പോരുന്നു. ഞങ്ങളപ്പം അടിപൊളിയാണ്. സെവൻസിന്റെ ഫൈനലാണ് ഇട്ടെന്ന്. ഇവനൊക്കെ ഉണ്ട് നമ്മൾ. അത് ഓലോട് ചോദിച്ചണ്ടേ. നിങ്ങൾ പോരിട്ടോ. ഞങ്ങളൊക്കെ പോവാണ്. പോരി. അങ്ങനെ ഞങ്ങൾ കളി തുടങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് തന്നെ പുറപ്പെട്ടിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തിക്കും തെക്കില്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് പോയി ഇരിക്കാലോ. അതന്നെ. അങ്ങനെ ഞങ്ങൾ നടന്നാണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. അപ്പോഴല്ലേ 120 റുപ്യായി. ഫൈനലല്ലേ 120 ഒക്കെ വേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൊടുത്താണ്ട് കയറി. ഞങ്ങളവിടെ കയറുമ്പോൾ ആകെ കുറച്ച് ആൾക്കാരുള്ള അതിൻ്റെ ഉള്ളിൽ. ഞങ്ങളെ പോലെ തന്നെ നേരത്തെ സീറ്റ് പിടിച്ചാൻ വേണ്ടി വന്ന് കയറി കുത്തിറക്കണ പോലെയാണ്. ഞങ്ങളാണെങ്കിൽ ഫസ്റ്റത്തെ പോസ്റ്റിൻ്റെ ബാക്കിലുള്ള ഗാലറിയുടെ ഏറ്റവും ഹൈറ്റ് വേണ്ട സീറ്റ് പിടിച്ചു. എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് കളിയാണ് തന്നെയാണ് രസം. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ ഒരാൾ വന്നിട്ട് കപ്പൊക്കെ കൊണ്ടുവച്ചിട്ട് ഗ്രൗണ്ടിൻ്റെ നടുക്ക്. പിന്നെ ആൾക്കാരൊക്കെ വന്ന് കയറിയോണ്ട് സ്റ്റേഡിയം ഒക്കെ ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കളിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ തിന്നുമ്പോഴല്ല അതിൻ്റെ ഒരു രസം. അതിന് വേണ്ടി ഞങ്ങൾ 2 പോപ്കോൺ വാങ്ങി. ഇതിങ്ങനെ തിന്നുമ്പോഴേ നമുക്ക് പണ്ട് അന്തിപാതിരിക്ക് നീച്ചാണ്ട് ചാമ്പ്യൻസ് ലീഗോ എൽ ക്ലാസിക്കോ വേണ്ട വൈബാട് കിട്ടും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ഗ്രൗണ്ടിൽ കണ്ട് വന്നിട്ട് പെരുമുട്ട്. പൊളിമുട്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഗാലറിയിൽ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഗാലറിയിലുള്ള സ്ഥലം ഫുള്ളായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ വേലി ചാടിയാണ്ട് ഗ്രൗണ്ടിൻ്റെ തുമ്പത്ത് കൂടെയൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ കളിക്കും കാണിയൊക്കെ ഒരു ഇമ്പണ്ടാകാനും വേണ്ടി കമ്മിറ്റിക്കാർ വെടിക്കെട്ടാണ്ട് ആരംഭിച്ച്. അങ്ങനെ കളി തുടങ്ങാനും വേണ്ടി 2 ടീമും ഗ്രൗണ്ടിൽ ഇറങ്ങിയാണ്ട് ഒരു സൈഡിൽ നിന്ന് വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നെ ഗാലറിന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ നിലത്തൊക്കെ ആയിട്ട് കുത്തിറക്കണം. ഇനി ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എവിടെ ഇതിനൊക്കെ ഇരിക്കാനുള്ള സ്ഥലം എവിടെയാണെന്ന് ഞാൻ നോക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് വലിയ സെക്കൻഡ് റൗണ്ട് പടക്കം പൊട്ടിച്ചല്ലാണ്ട് ആരംഭിച്ചത്. അതാണെങ്കിലോ പടക്കത്തിൻ്റെ ബോക്സർ പൊട്ടിയിട്ട് ആൾക്കാരുടെ പോയി പൊട്ടാൻ തുടങ്ങി. ഞങ്ങളെ കാക്ക പേടിച്ചാട്ട് നിന്ന് ഇതെങ്ങാനും വന്ന് ഞങ്ങളടുത്തൊന്ന് പൊട്ടുവരച്ചിട്ട് ആദ്യമായിട്ടൊരു സെവൻസിന് വന്നിട്ട് ഇങ്ങനെയൊക്കെ. പിന്നെ ആകെ ഒച്ചപ്പാടായി, ആംബുലൻസായി, ആകെ സീനായി. 21 ആൾക്കെങ്ങാനും പരിക്കുണ്ട് എന്നാട്ടോ പറഞ്ഞിട്ട്. സീനായി പടക്കം പൊട്ടി. അങ്ങനെ പരിക്ക് പറ്റിയിലൊക്കെ ആംബുലൻസ് കയറ്റേണ്ട ആശുപത്രി കൊണ്ടുപോയിട്ടോ. പിന്നെ പരിക്ക് പറ്റി ആരെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുത്തിറക്കുണ്ടെങ്കിൽ അവരോട് ആംബുലൻസിന്റെ അടുത്തേക്കൊക്കെ വരാൻ പറഞ്ഞു. പിന്നെ പരിക്ക് പറ്റുപോലെ പരിക്കൊന്നും വലിയ ഗുരുതരല്ല എന്നൊക്കെ അവിടുന്ന് വിളിച്ച് പറയണ കേട്ടിട്ടോ. അങ്ങനെ ഈ സീനൊക്കെ ഒതുങ്ങി എന്നാണ് വിചാരിച്ചപ്പോൾ കളിയായിട്ട് തുടങ്ങിയിട്ടോ. നിങ്ങൾ ഈ സെവൻസിനടി കേട്ടണോ? എന്നാൽ ഞാൻ അതും കണ്ടിട്ടോ. ഞങ്ങൾ ഇരിക്കണതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ 2 ആൾക്കാർ തല്ലൂടുണ്ടായി. വലിയ ഗുമ്മൊന്നും ഇല്ലെങ്കിലും സെവൻസിനടി കണ്ടു. പിന്നെ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഗ്രൗണ്ട് കയ്യേറിങ്ങ് വരിക. ആദ്യം വരൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സണ്ടർ വരെ എത്താനായി. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു 5-6 പോലീസുകാരുണ്ട് ഇറങ്ങിയിട്ട് മക്കളെ കുറച്ചൊന്ന് അപ്പുറത്തേക്ക് നിന്നാണ് ആ കളി ഒന്ന് നടന്നോട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാരോട് പറഞ്ഞു കളി എന്താണെന്നുള്ള ഞങ്ങളായിട്ട് കാണിച്ചു തരാറുണ്ട്. ഗ്രൗണ്ടിൽ ഫുള്ള് ആൾക്കാർ. പിന്നെ കളി നടന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പഞ്ചാര പാത്രത്തിൽ നിന്ന് ഉറുമ്പിനെ കൊട്ടിമാതിരി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പായ.
അങ്ങനെ എല്ലാവരും പാഞ്ഞ് കരക്കത്തേക്കാണ് കയറും. പിന്നെ കുറച്ചേരം കഴിഞ്ഞാൽ അയക്കാനായിട്ട് ചാടും. എന്താ ഇത് പരിപാടി? അങ്ങനെ കുമ്പോഴാണ് ആ നിർണായകമായ അനൗൺസ്മെന്റ് വന്നത്. മക്കളെ കളി മാറ്റി വെച്ചാണ്, ഇന്നൊന്നും ഇനി കളി ഉണ്ടാവില്ല, ഇനി എന്നാന്നുള്ള പോലെ അറിയിക്കും. അതായിട്ട് കേട്ടപ്പോൾ കുറെ ആൾക്കാർ പെരെ പോയിട്ടോ. പോണ പോക്കിൽ ആൾക്കാർ കുറേ സാധനം കട്ടെടുത്തായിട്ട് പോയി. എന്താന്ന് വെച്ചാൽ വിന്നേഴ്സിന്റെ റണ്ണേഴ്സിന്റെ ട്രോഫിക്ക് ഓരോ ചക്കന്മാരെടുത്ത് പായുക. പിന്നെ അതേപോലെ തന്നെ ഈ ബെസ്റ്റ് പ്ലെയർക്ക് ബെസ്റ്റ് ഗോൾ കീപ്പർ അങ്ങനത്തെ ട്രോഫിയൊക്കെ എടുത്താണ്ട് ഓരോരുത്തർ പോയേക്കാം. എന്താ ഇങ്ങനെയൊക്കെ? പിന്നെ ബാക്കിലൊക്കെ വെച്ച ഫ്ലക്സ് ഒക്കെ വലിച്ച് കീറുക. അവിടെ കീറാത്ത ഒരു ഫ്ലക്സ് പോലും ഇല്ല. ഇതൊക്കെ പാടാൻ കണ്ടപ്പോൾ ഞങ്ങൾ പെരേക്കാട് പോന്നു. ഏതായാലും കളി മാറ്റി വെച്ചാലേ. ഇതെന്താ നിങ്ങൾക്ക് അറിയോ? ഇത് വിന്നേഴ്സിന്റെ റണ്ണേഴ്സിന്റെ പ്രൈസ് മണിന്റെ ചെക്കാണ്. അത് ആരോ അവിടുന്ന് പൊക്കിയെടുത്ത് പോകുന്നതാണ്. അങ്ങനെ ഒരു ഫൈനൽ കാണാൻ പോയിട്ട് ഇങ്ങനെയൊക്കെ ആവുന്ന ഞങ്ങൾ സ്വപ്നത്ത് പോലും വിചാരിച്ചില്ല കേട്ടോ. ഒരു ഫൈനൽ കാണാൻ വേണ്ടി എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടത്. ഇനിയിപ്പോൾ ഫൈനൽ കാണാൻ വേറൊരു ദിവസം വരണം അങ്ങോട്ട്.